റോഡുകൾക്ക് ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച LDF. ജനങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ കിഫ്ബി പദ്ധതികളിൽ നിന്ന് വരുമാനമുണ്ടാക്കണം. വൻകിട പദ്ധതികൾ വഴി പണം കണ്ടെത്തണം. കിഫ്ബിയെ സംരക്ഷിക്കാൻ നടപടികൾ വേണം. എലപ്പുള്ളിയിലെ ബ്രൂവറി പ്രദേശത്തെ ജലത്തിന്റെ വിനിയോഗത്തെയും കൃഷിയെയും ബാധിക്കരുതെന്നും LDF പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. സർക്കുലറിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. സെയ്ഫ് സെലബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ, കിഫ്ബി റോഡുകളിൽ ടോൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. LDFും പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണോ തീരുമാനത്തിന്? കഴിഞ്ഞ ദിവസം ഈ വിഷയം വന്നെങ്കിലും വിശദമായ ചർച്ചകളിലേക്ക് പോയിരുന്നില്ല. അതിനകത്ത് അന്തിമ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. കിഫ്ബി വഴി എടുത്ത ലോണുകൾ സർക്കാരിന്റെ പൊതുകടത്തിലേക്ക് കേന്ദ്ര സർക്കാർ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് കിഫ്ബി വഴി നിർമ്മിച്ച പദ്ധതികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരും എന്നൊരു സൂചന TP രാമകൃഷ്ണൻ നൽകിയിരുന്നു. പക്ഷേ നമുക്ക് ഇപ്പോൾ LDFന്റെ ഒരു സർക്കുലർ താഴെ ഘടകങ്ങളിലേക്ക് നൽകാൻ വേണ്ടി തയ്യാറാക്കിയ സർക്കുലറാണ്. സാധാരണഗതിയിൽ LDF യോഗം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സർക്കുലർ പുറത്തിറക്കാറുണ്ട്. ആ സർക്കുലറിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ കിഫ്ബി പദ്ധതികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം. കിഫ്ബി വഴി വലിയ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. കിഫ്ബിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം. വൻകിട പദ്ധതികൾ വഴി പണം കണ്ടെത്താൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ടോൾ എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല. കിഫ്ബി വഴി പല പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളുകൾ, അതുപോലെ തന്നെ ആശുപത്രി കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. അതുവഴിയൊന്നും പണം കണ്ടെത്താൻ കഴിയില്ല. കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്ന് ടോൾ തന്നെയാണ്. 50 കോടിക്ക് മുകളിലുള്ള നിർമ്മിച്ച റോഡുകളിൽ നിന്ന് പണം ടോൾ ഈടാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ഉണ്ടായിട്ടുള്ള ആലോചന. അതിനകത്ത് അന്തിമ തീരുമാനമായിട്ടുള്ള ഒരു ശുപാർശയായി സംസ്ഥാന സർക്കാരിന് മുന്നിൽ വരികയാണ് ചെയ്തിട്ടുള്ളത്. വിശദമായ ചർച്ചകളിലേക്ക് സംസ്ഥാന സർക്കാർ വരും ദിവസങ്ങളിൽ കടക്കുകയും ചെയ്യും. എന്തായാലും വൻകിട പദ്ധതികളിൽ നിന്ന് പണം ഈടാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് പറയുക വഴി ഒന്ന് ടോളായിരിക്കും. മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് പൊതുവെ ദോഷം ചെയ്യാത്ത നിലയിൽ വരുമാന സ്രോതസ് കണ്ടെത്തണം. അത് വൻകിട പദ്ധതികൾ വഴി എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ടോളല്ലാതെ മറ്റ് മാർഗങ്ങൾ, വഴികൾ എന്തെങ്കിലും മുന്നിലുണ്ടോ സർക്കാരിന്റെ? അതാണ് അതിനകത്തൊരു സംശയം നിലനിൽക്കുന്നത് ദിവ്യ. ടോള് അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ വഴി ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 2000 കോടി രൂപയുടെ ട്രാൻസിറ്റ് പദ്ധതിയൊക്കെ നടപ്പാക്കിയിരുന്നു. അതുവഴി എങ്ങനെ വരുമാനം കണ്ടെത്താൻ കൂടുതൽ വൈദ്യുതി ചാർജ് മറ്റും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗം. പിന്നീടുള്ളത് ടോളാണ്. ഈ രണ്ട് പദ്ധതികളാണ് പ്രധാനമായും കിഫ്ബി വഴി നമുക്ക് വരുമാനം കണ്ടെത്താൻ കഴിയുന്ന മേഖലകൾ. അതുപോലെ തന്നെ ഈ ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുവഴി എന്തായാലും വരുമാനം കണ്ടെത്താൻ കഴിയില്ല. ഇപ്പോൾ വൻകിട പദ്ധതികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ട്രാൻസിറ്റ് പദ്ധതിയും അതുപോലെ തന്നെ കിഫ്ബി റോഡുകളും മറ്റുമായിരിക്കാം. അതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. എന്തായാലും അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷെ ടോൾ ഈടാക്കും എന്ന കൃത്യമായ സന്ദേശം LDF യോഗത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ ഒരു സ്ഥിരീകരണം നേരത്തെ നിയമസഭയിൽ നൽകിയതാണ്. വരുമാനദായകമാക്കണം കിഫ്ബി വഴിയുള്ള പദ്ധതികൾ എന്ന ഒരു സന്ദേശം അദ്ദേഹം നിയമസഭയിൽ തന്നെ നൽകിയതാണ്. അതിന് പിന്നാലെയാണ് LDF യോഗത്തിൽ ഘടകകക്ഷികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള LDF യോഗത്തിൽ ഇതിനകത്തൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. അങ്ങനെ ടോളിന്റെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് CPI ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വരികയാണ്. അത് സർക്കുലറിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പദ്ധതി, അതായത് പാലക്കാട് മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട പദ്ധതി ജലത്തിന്റെ വിനിയോഗത്തെ ബാധിക്കരുത് എന്നാണ് LDFന്റെ ഈ സർക്കുലറിൽ പറയുന്നത്. കൃഷിയെയും ബാധിക്കാൻ പാടില്ല എന്ന് സർക്കുലറിൽ പറയുന്നുണ്ട്. ഈ LDF യോഗം കഴിഞ്ഞ് നിർണായക LDF യോഗം കഴിഞ്ഞ് വാർത്താ സമ്മേളനം TP രാമകൃഷ്ണൻ നടത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തോട് പിന്നീട് ചോദ്യങ്ങൾ നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ആ വിശദീകരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇതിനെ ബാധിക്കരുത്, കൃഷിയെയും അതുപോലെ തന്നെ കുടിവെള്ളത്തെയും ബാധിക്കരുത്ത നിലയിൽ പദ്ധതി നടപ്പാക്കണം എന്ന് അദ്ദേഹം ചോദ്യത്തിന് ഉത്തരമായിട്ട് മാത്രമാണ് പറഞ്ഞത്. അതേസമയം തന്നെ CPIക്ക് വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിൽ ചില വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. കാരണം MN സ്മാരകത്തിൽ നടന്ന യോഗത്തിൽ വെച്ച് അവരുടെ ഒരു നിലപാട്, 2 എക്സിക്യൂട്ടീവ് യോഗം എടുത്ത നിലപാട്, അത് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് LDFനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന തരത്തിൽ ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. കിഫ്ബിയിലായാലും കിഫ്ബി ടോളിലായാലും അതുപോലെ തന്നെ എലപ്പുള്ളിയിലെ ബ്രൂവറിയിലായാലും മുന്നണിക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പ് ഉയർന്നു വന്നതാണ്. ആ എതിർപ്പുകളെ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഘടകകക്ഷികളുടെ അടക്കം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും സർക്കാർ മുന്നോട്ട് എന്ന് തന്നെയല്ലേ ഈ സർക്കുലറിൽ നിന്ന് വ്യക്തമാകുന്നത്?
ഒരു സംശയവും വേണ്ട ദിവ്യ, രണ്ട് പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും. രണ്ട് പദ്ധതിയല്ല, മൂന്നാമതൊരു പദ്ധതിയുടെ കാര്യം കൂടി ചർച്ചയ്ക്ക് വന്നിരുന്നു, സ്വകാര്യ സർവകലാശാല. അങ്ങനെ വിവാദമായ 3 പദ്ധതികൾ. അത് വിവാദമാവുക എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തി സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വന്ന 3 പദ്ധതികൾ. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് കിഫ്ബി വഴിയുള്ള ടോൾ. ആ പദ്ധതി അതുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും. അതിന് സംസ്ഥാന സർക്കാർ ന്യായീകരിക്കുന്നത് ഈ കിഫ്ബി വഴി ഉള്ള ലോണുകൾ അത് സംസ്ഥാന സർക്കാരിന്റെ പൊതുകടമായി മാറ്റിയത് കൂടി കൂടുതൽ ലോൺ എടുക്കാൻ കഴിയുന്നില്ല, സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അങ്ങനെ പണം ഈ ടോൾ വഴിയും മറ്റും പണം ഈടാക്കിക്കൊണ്ട് തിരിച്ചടക്കുകയാണെങ്കിൽ കൂടുതൽ പണം എടുക്കാൻ കഴിയുമെന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് അതിനെ അങ്ങനെ സംസ്ഥാന സർക്കാർ വ്യാഖ്യാനിക്കുന്നത്. രണ്ടാമത് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് മുന്നോട്ട് പോകാൻ വേണ്ടി LDF തീരുമാനിച്ചിട്ടുണ്ട്. സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 3-ാം തീയതി ബില്ല് വരികയും അത് നിയമസഭ പാസാക്കുകയും LDF സർക്കുലറിലാണ് ബ്രൂവറിയുമായും കിഫ്ബി ടോളുമായും സർക്കാർ മുന്നോട്ട് എന്ന് വ്യക്തമാകുന്നത്.